മാതാവ് മരിച്ചെന്ന് കരുതിയാണ് ബാക്കിയുള്ളവരെ കൊന്നതെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊല പ്രതി അഫാൻ. കടബാധ്യതയിൽ ബന്ധുക്കൾ അധിക്ഷേപിച്ചത് കൊലയ്ക്ക് കാരണം. ജീവനൊടുക്കുമെന്ന് അന്വേഷണ സംഘത്തോട് അഫാൻ. പൂജപ്പുര ജയിലിൽ പ്രത്യേക നിരീക്ഷണം. വയലൻസ് സിനിമകൾക്കെതിരായ ചർച്ചയ്ക്കിടെ ഉണ്ണി മുകുന്ദന്റെ മാർക്കോയ്ക്ക് നിരോധനം. ടെലിവിഷൻ പ്രദർശനം വിലക്കിയത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി പ്രദർശനത്തിന് അപേക്ഷിക്കാം. വയലൻസ് സിനിമകൾ ഇനി ചെയ്യില്ലെന്ന് മാർക്കോ നിർമ്മാതാവ്. SDPI തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഇടപെടൽ നടത്തിയെന്ന് EDയുടെ നിർണായക കണ്ടെത്തൽ. SDPIയെ നിയന്ത്രിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട്. അറസ്റ്റിലായ MK ഫൈസി PFI ഫണ്ട് കൈപ്പറ്റിയെന്നും കണ്ടെത്തൽ. ആശമാർക്ക് ഏറ്റവും കൂടുതൽ വേതനം കേരളത്തിലെന്ന വാദം പൊളിഞ്ഞതോടെ സർക്കാർ മൗനത്തിൽ. ആശമാരുടെ സമരം 24-ാം ദിവസം. പിന്തുണയുമായി വിവിധ സംഘടനകൾ. കേന്ദ്ര വിഹിതം കൃത്യമായി നൽകിയെന്ന് മന്ത്രി ജോർജ് കുര്യൻ. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കം. ദീപശിഖാജാഥകളുടെ സംഗമം വൈകിട്ട് ആശ്രമം മൈതാനത്ത്. പ്രതിനിധി സമ്മേളനം നാളെ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. EP ജയരാജനും TP രാമകൃഷ്ണനും കമ്മിറ്റികളിൽ തുടരുമെന്ന സൂചന നൽകി MV ഗോവിന്ദൻ. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ശ്വാസതടസ്സത്തിനും അണുബാധയ്ക്കും നേരിയ കുറവ്. മരുന്നുകളോട് ചെറിയ തോതിൽ പ്രതികരിച്ചെന്നും വത്തിക്കാൻ. ഇന്ത്യക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി തോൽവിക്ക് പിന്നാലെ ഏകദിനത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്റ്റീവ് സ്മിത്ത്. ഓസീസിനായി 2 ലോകകപ്പുകൾ നേടാൻ കഴിഞ്ഞത് മഹത്തരമെന്ന് സ്മിത്ത്. ടെസ്റ്റിൽ തുടരും. കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം ജയിൽ അധികൃതരോട് വിശദീകരിച്ച് വെഞ്ഞാറമൂട് കൊലപാതക കേസിലെ പ്രതി അഫാൻ. കടബാധ്യത ഉണ്ടായതിനെ തുടർന്ന് ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് നിരന്തരമായ അധിക്ഷേപമുണ്ടായി. കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും താനും ആത്മഹത്യ ചെയ്യുമെന്നും അഫാൻ ജയിൽ അധികൃതരോട് പറഞ്ഞു. എട്ട് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം സബ് ജയിലിൽ എത്തിക്കും മുമ്പ് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി മടങ്ങും വഴിയായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസ് പ്രതി അഫാനോടുള്ള ഈ ചോദ്യം. ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പോലീസ് വാഹനത്തിൽ കയറിയ പ്രതി വാഹനത്തിനുള്ളിൽ നിന്ന് മരിക്കാനായിട്ടാണ് താനും വിഷം കഴിച്ചതെന്ന് മറുപടി പറഞ്ഞു. പിന്നാലെ പൂജപ്പുര സബ് ജയിലിൽ എത്തിച്ചതിന് ശേഷമാണ് ജയിൽ അധികൃതരോട് ക്രൂരകൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യം അഫാൻ വെളിപ്പെടുത്തിയത്. വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നിട്ടും സഹായിക്കാൻ കടപ്പെട്ട ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. സഹായത്തിനായി പലരോടും അഭ്യർത്ഥിച്ചെങ്കിലും കുറ്റപ്പെടുത്തൽ മാത്രമായിരുന്നു മറുപടി. സാമ്പത്തിക ബാധ്യതകളുടെ കാരണക്കാരി മാതാവ് ഷെമിയെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനുള്ള നീക്കവും അടുത്ത ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പിതൃ സഹോദരനോടുള്ള വൈരാഗ്യം ഏറിയതിന്റെ കാരണം ഇതാണെന്നും അഫാൻ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. ആദ്യം ആക്രമിച്ച അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെയും ഇല്ലാതാക്കാൻ തീരുമാനമെടുത്തത്. പുറത്തിറങ്ങിയാൽ താനും ആത്മഹത്യ ചെയ്യുമെന്നും 23-കാരനായ കൂട്ടക്കൊല കേസ് പ്രതി ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. അഫാന്റെ വിശദമായ ചോദ്യം ചെയ്യലിനും സംഭവ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പിനും വേണ്ടി പോലീസ് അടുത്ത ദിവസം നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. വരുന്ന തിങ്കളാഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അതേസമയം കുടുംബത്തിന്റെ 50 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുടെ രേഖകൾ കണ്ടെടുത്തതായി വെഞ്ഞാറമൂട് പോലീസ് അറിയിച്ചു. വരവിൽ കവിഞ്ഞ ചെലവാണ് ബാധ്യതയേറാൻ ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. ആക്രമണം ആസൂത്രണം ചെയ്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനാണ് ശ്രമം. കേസിലെ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിൽ പ്രതിഷേധിച്ച് KSUവും MSFും കോഴിക്കോട് ജുവനൈൽ ഹോമിലേക്ക് മാർച്ച് നടത്തി. കേസിൽ ഡിജിറ്റൽ തെളിവുകൾ കൂടുതൽ ബലപ്പെടുത്താനാണ് പോലീസിന്റെ ശ്രമം. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളെക്കുറിച്ച് അറിയാനാണ് പോലീസിന്റെ നീക്കം. ഒപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സന്ദേശങ്ങൾ കൈമാറിയതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കണം. ഇതിനായി മെറ്റയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ആവശ്യപ്പെട്ടു. ഇൻസ്റ്റ അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരം അറിയിക്കാനും മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘർഷം ആസൂത്രണം ചെയ്തതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന്
പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേസിൽ മുതിർന്നവരുടെ പങ്കും അന്വേഷിക്കും. തെളിവുകൾ ലഭിച്ചാൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കും. അതേസമയം വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ ഇന്നും പോലീസ് കാവലിൽ പരീക്ഷ എഴുതി. ഇന്നലെ അറസ്റ്റിലായ വിദ്യാർത്ഥി ഉൾപ്പെടെ 6 പേരാണ് പരീക്ഷ എഴുതിയത്. ജുവനൈൽ ഹോമിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിൽ ആയിരുന്നു ഇവരുടെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ KSU MSF പ്രവർത്തകർ ജുവനൈൽ ഹോമിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. ചെവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകരെ കൊണ്ടുപോയി. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് തല്ലി. മർദ്ദന ദൃശ്യങ്ങൾ റീലുകളാക്കി പ്രചരിപ്പിച്ചു. കുറ്റൂർ KMH സ്കൂളിലാണ് ഈ സംഭവം. മർദ്ദനമേറ്റ ഒരു വിദ്യാർത്ഥിക്ക് സാരമായി പരുക്കേറ്റിട്ടുണ്ട്. കേരളത്തിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് തടയാനുള്ള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് പരിശോധന തുടരുകയാണ്. ആലുവയിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി 6 ഒഡീഷ സ്വദേശികൾ പിടിയിലായിട്ടുണ്ട്. ലഹരി കേസുകളിൽ 1-ലേറെ തവണ അറസ്റ്റിലാകുന്നവരെ വിചാരണ കൂടാതെ 2 വർഷം കരുതൽ തടങ്കലിൽ വെക്കണമെന്ന കേന്ദ്ര നിയമം കർശനമായി നടപ്പാക്കാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. ലഹരിയുടെ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കിയത്. ആലുവയിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി 6 ഒഡീഷ സ്വദേശികൾ പിടിയിലായി. 4 കിലോ കഞ്ചാവ് കൈവശം വെച്ച ഒഡീഷ സ്വദേശി മമത ഡിങ്കലിനെ അറസ്റ്റ് ചെയ്തു. 1 കിലോയോളം ഹാഷിഷ് ഓയിലുമായി 5 ഒഡീഷ സ്വദേശികളെയും പിടികൂടി. വിദ്യാർത്ഥികൾക്ക് ലഹരി മരുന്ന് നൽകിയ പറവൂർ ഏലൂക്കര സ്വദേശി മുഹമ്മദ് നസീഫയെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് 4.2 ഗ്രാം MDMA പിടിച്ചെടുത്തു. അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാണ്. കഴിഞ്ഞ 2 മാസ കാലയളവിനുള്ളിൽ കഞ്ചാവുമായി പിടിയിലായത് 35 അതിഥി തൊഴിലാളികളാണ്. ലഹരി കേസുകളിൽ 1-ലേറെ തവണ അറസ്റ്റിലാകുന്നവരെ വിചാരണ കൂടാതെ 2 വർഷം കരുതൽ തടങ്കലിൽ വെക്കണമെന്ന കേന്ദ്ര നിയമം കർശനമായി നടപ്പാക്കാൻ എക്സൈസ് തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും കണക്കെടുപ്പ് തുടങ്ങി. ന്യൂസ് 18 കൊച്ചി. CPM ലഹരി കടത്തുകാർക്ക് സംരക്ഷണം ഒരുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനാകേണ്ട കാര്യമില്ല. സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ തന്നെ ചെയ്യണം. ലഹരിക്കെതിരെ കേരളത്തിൽ UDF വ്യാപകമായി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. നോ ക്രൈം നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തി UDF സംഘടിപ്പിക്കുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പിടിക്കാൻ പറ്റും, പക്ഷെ പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഇത് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പാടില്ല. ഞങ്ങൾ ആരോപിക്കുന്നു, കേരളത്തിലെ ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന CPM നേതാക്കൾ പലരും പല ജില്ലകളിലും ഇതിന് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന ആളുകളാണ്. CPMന്റെ യുവജന സംഘടനയായ DYFIയുടെ നേതാക്കൾക്ക് പല സ്ഥലത്തും ഈ ലഹരി മരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട്. രാഷ്ട്രീയം പറയല്ല ഈ വിഷയത്തിൽ. നേതൃത്വം, ഗവൺമെന്റ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. സിനിമാ സമരം പിൻവലിക്കുന്നത് ചർച്ച ചെയ്യാൻ ഫിലിം ചേംബർ യോഗം കൊച്ചിയിൽ തുടരുകയാണ്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചതിന് പിന്നാലെയാണ് യോഗം ചേരുന്നത്. സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വിഷയവും യോഗം ചർച്ച ചെയ്യും. GSTക്കൊപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക, താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂൺ 1 മുതൽ സമരം നടത്താൻ തീരുമാനിച്ചത്. സിനിമാ സമരം ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിഷയം യോഗം ചർച്ച ചെയ്യുമെന്നും ഫിലിം ചേംബർ സെക്രട്ടറി സജി നന്ദിയാട്ട് പറഞ്ഞു. ഗവൺമെന്റ് നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമരത്തിലേക്ക് പോകരുത്, പോകുന്നതിന് മുമ്പ് ഞങ്ങളുമായി ചർച്ച ചെയ്യണം. അപ്പോൾ ഇന്നത് തീരുമാനിക്കും, സമരം വേണോ വേണ്ടയോ, ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് പോകണോ. പക്ഷേ ഈ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ഡിമാൻഡുകളും നേരത്തെ പലവട്ടം ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ളതാണ്. ഇത് പുതിയതായ ഒരു ഡിമാൻഡ് അല്ല. അപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ച നടക്കും. സമരം വേണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ചർച്ച നടക്കും. ഇനി വേണമെങ്കിൽ എന്നാണ് ദിവസം സൂചനാ പണിമുടക്ക്, ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. സർക്കാർ പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ തീയതി തീരുമാനിച്ചിട്ടില്ല. ആ തീയതി എന്നാണ് എന്ന് അവരറിയിക്കട്ടെ. അതനുസരിച്ചാണ് സൂചനാ പണിമുടക്ക് ദിവസം തീരുമാനിക്കുള്ളൂ. ഇന്ന് എന്തായാലും ചർച്ചയ്ക്ക് ശേഷം പറയാം.
ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ അബ്ദുൽ നാസർ ആണ് ചോദ്യപേപ്പർ ചോർത്തിയത്. ഇയാളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിനാണ് ഇയാൾ ചോദ്യപേപ്പർ നൽകിയതെന്ന് ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. പ്യൂൺ അബ്ദുൽ നാസറിനെ സസ്പെൻഡ് ചെയ്തു. കേസിലെ രണ്ടാം പ്രതിയായ ഫഹദിന് ചോദ്യക്കടലാസ് ഫോട്ടോയെടുത്ത് അയച്ചു കൊടുത്തത് നാസറാണെന്ന് പോലീസ് കണ്ടെത്തി. ഇക്കാര്യം നാസർ സ്ഥിരീകരിച്ചതായി ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. MS സൊല്യൂഷൻസ് അധ്യാപകരായ ഫഹദിനെയും ജിഷ്ണുവിനെയും നേരത്തെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാളാണ് പേപ്പർ അയച്ചു കൊടുത്തത് എന്ന് വ്യക്തമായത്. കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. +1 കാര്യമാണ് പ്രതി ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കസ്റ്റഡിയിൽ പ്രതിയെ വാങ്ങും, കൂടുതൽ ചോദിക്കും, അപ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അത് ഒരു കോൺസ്പിറസി എന്തായാലും ഉണ്ടല്ലോ. സ്ഥാപനം നടത്തിയിരിക്കുന്ന അതിന്റെ ഒന്നാം പ്രതിയാണല്ലോ അയാളാണ് നടത്തിയിരിക്കുന്നത്. അയാളാണ് ഇതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത് അയാൾക്കാണ് പ്രത്യേകിച്ചും. അപ്പോൾ അതിൽ ഒരു കോൺസ്പിറസിയുള്ള കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ ആ സെക്ഷനൊക്കെ നമ്മൾ നേരത്തെ ഇടുകയും ചെയ്തതാണ്. SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 കണക്ക് പരീക്ഷയുടെയും ചോദ്യപേപ്പർ ചോർന്നതായാണ് കേസ്. കേസിൽ ഒന്നാം പ്രതി ഷുഹൈബിന്റെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തടഞ്ഞിരുന്നു. ഇയാളുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ പരിഗണനയിലാണ്. യൂട്യൂബ് ചാനൽ വഴി പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ പ്രവചിക്കുക മാത്രമാണ് ചെയ്തതെന്നും ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്തിട്ടില്ലെന്നും ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. 2ഉം 3ഉം പ്രതികളായ ഫഹദും ജിഷ്ണുവും നൽകിയ ആദ്യത്തെ മൊഴിയും ഇങ്ങനെയായിരുന്നു. ഫഹദ് പ്രധാനാധ്യാപകനായിരുന്ന സ്കൂളിലെ പ്യൂണാണ് അബ്ദുൾ നാസർ. ന്യൂസ് 18 കോഴിക്കോട്. രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിംഗ് SDPIക്ക് കിട്ടിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SDPIയെ നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും PFI ആണെന്നും EDയുടെ കണ്ടെത്തലുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ED അറസ്റ്റ് ചെയ്ത SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ കിട്ടിയത്. SDPI, PFI എന്നീ സംഘടനകൾക്ക് ഒരേ നേതൃത്വവും അണികളുമാണ്. ദൈനംദിന പ്രവർത്തനത്തിന് പണം നൽകുന്നത് PFI ആണ്. നയരൂപീകരണം, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൽ, പൊതുപരിപാടികൾ, കേഡർ മൊബിലൈസേഷൻ എന്നിവയ്ക്കെല്ലാം SDPI PFIയെ ആശ്രയിച്ചിരുന്നു. കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനത്ത് നിന്നും ഇത് സംബന്ധിച്ച തെളിവുകൾ കണ്ടെത്തിയതായി ED പറയുന്നു. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി പണം നൽകിയതിന്റെ രേഖകൾ ലഭിച്ചു. SDPIക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചതായും തെളിഞ്ഞു. രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനത്തിനായി PFI പിരിച്ച പണത്തിന്റെ വിഹിതം MK ഫൈസി കൈപ്പറ്റിയതായും ED വ്യക്തമാക്കുന്നു. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. കേസിൽ 12 തവണ നോട്ടീസ് അയച്ചിട്ടും MK ഫൈസി ഹാജരായില്ലെന്ന് ED പറയുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റെന്നാണ് ED അറിയിച്ചത്. ന്യൂസ് 18 കൊച്ചി. സംഘടനാ ചുമതലകളിൽ 75 വയസ്സെന്ന നിബന്ധന കർശനമായി നടപ്പാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ 75 വയസ്സിനോട് അടുക്കുന്ന EP ജയരാജനും TP രാമകൃഷ്ണനും നേതൃപദവികളിൽ തുടരുമെന്ന സൂചനയും സംസ്ഥാന സെക്രട്ടറി നൽകി. കൊല്ലം സമ്മേളനത്തിന് ഇന്ന് വൈകിട്ട് ആശ്രമ മൈതാനത്ത് കൊടിയുയരും. പ്രതിനിധി സമ്മേളനം നാളെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ പാർട്ടി കോൺഗ്രസാണ് പാർട്ടി പദവികളിൽ തുടരുന്നതിനുള്ള പ്രായം 75ആയി നിജപ്പെടുത്തിയത്. അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. 75 പിന്നിട്ടവരെ ഒഴിവാക്കും. 75 കഴിഞ്ഞവർ ഇവിടുന്ന് ഒഴിവാകും. 75 കഴിഞ്ഞവർ ഇവിടുന്ന് ഒഴിവാകും. അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളിപ്പോ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് 75 വയസ്സ് കഴിഞ്ഞവരെയാണ് ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പാർട്ടി കോൺഗ്രസിന് തൊട്ടു പിന്നാലെ 75 വയസ്സ് പൂർത്തിയാകുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ എന്നിവർക്ക് ആശ്വാസം നൽകുന്നതാണ് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ. അതിനിടയിൽപ്പെട്ടവരെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യമില്ല. അത് സംഘടനാപരമായ തീരുമാനമുള്ളതാണ്. PK ശ്രീമതി, AK ബാലൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരാണ് 75 വയസ്സ് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. NR ബാലൻ, MK കണ്ണൻ എന്നീ സംസ്ഥാന സമിതി അംഗങ്ങൾക്കും പ്രായം പുറത്തേക്കുള്ള വഴിയൊരുക്കും. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ചില നേതാക്കളെ കൂടി സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ CPM ആലോചിക്കുന്നുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന്റെ ദീപശിഖ, പതാക, കൊടിമര ജാഥകൾ ഇന്ന് വൈകിട്ട് പൊതുസമ്മേളന നഗരിയായ ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പാർട്ടി പതാക ഉയർത്തും. നാളെ ഉദ്ഘാടന സെഷന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. VV അരുൺ, ന്യൂസ് 18 കൊല്ലം.
സംസ്ഥാന സമ്മേളന വേദികളിലും തുടർഭരണം ചർച്ചയാക്കുകയാണ് CPM. വികസനം തുടരാൻ സർക്കാരിന്റെ തുടർച്ചയുണ്ടാകണമെന്നും ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു എന്നുമാണ് CPMന്റെ പ്രചാരണം. സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകളിലും സംഘടനാ വിഷയങ്ങൾക്കൊപ്പം കേരള വികസനം ചർച്ചയാകും. പൊതുരാഷ്ട്രീയവും സംഘടനാ വിഷയങ്ങളും ഇഴകീറി പരിശോധിക്കലാണ് CPM സമ്മേളനങ്ങളുടെ മുഖ്യ അജണ്ട. വിമർശനവും സ്വയം വിമർശനവും തിരുത്തലുമെല്ലാം അതിന്റെ ഭാഗമായി വരും. പ്രത്യയശാസ്ത്ര തർക്കവിതർക്കങ്ങളെ മറികടന്ന് CPM സമ്മേളന ചർച്ചകളിലേക്ക് വികസന അജണ്ടകൾ കടന്നുവരികയാണ്. എറണാകുളം സമ്മേളനത്തിലാണ് ഈ മാറ്റത്തിന് CPM തുടക്കമിട്ടത്. നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാടെന്ന രേഖ പിണറായി വിജയനാണ് എറണാകുളം സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. കൊല്ലത്ത് അതിന് തുടർച്ചയായ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖയും പിണറായി തന്നെ അവതരിപ്പിക്കും. 2ാം ടേം പൂർത്തിയാക്കാൻ പോകുന്ന സർക്കാരിന് ഒരു ടേം കൂടി CPM ഉറപ്പിക്കുന്നു. അല്ലെങ്കിൽ അത്തരം ആത്മവിശ്വാസമുണ്ടെന്ന ബോധ്യം പൊതുസമൂഹത്തിനുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഭരണ തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമേ വികസന തുടർച്ചയും സാധ്യമാകൂ എന്നാണ് പ്രചരണം. ആവശ്യമായ തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, പശ്ചാത്തല വികസനം വേണം, പുതിയ സംരംഭങ്ങൾ വേണം, പുതിയ വ്യവസായങ്ങൾ വേണം. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഉന്നതമായ ഒരു കേരളീയ സംസ്കൃതിയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൂടി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നത്. AICCയുടെ സർവേയിൽ പോലും പിണറായി സർക്കാരിന് തുടർച്ച പ്രവചിക്കുന്നുവെന്നാണ് ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ച് CPM നേതാക്കൾ പറയുന്നത്. വാസ്തവത്തിൽ ഇന്നലത്തെ പല പത്രങ്ങളിലും ഇന്നത്തെ പത്രങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാ പത്രങ്ങളിലും ചില വാരികകൾ തന്നെ കോൺഗ്രസിന്റെ AICC നേതൃത്വം നേരിട്ട് നടപ്പിലാക്കിയ ഒരു രഹസ്യ സർവേ, വളരെ സീരിയസ് ആയ സർവേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ വാർത്തയുടെ കണ്ടിട്ടാണ്. ആ സർവേയിൽ തന്നെ പറയുന്നു 3ാം തവണയും LDF വരുന്നതിനുള്ള ഒരു അന്തരീക്ഷമാണുള്ളത്. ഗവൺമെന്റിനെ പറ്റി നല്ല അഭിപ്രായമാണ്, മുന്നണിയെപ്പറ്റി, പാർട്ടിയെപ്പറ്റി, LDFനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ്. ആ ഒരു അഭിപ്രായം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അങ്ങേയറ്റം വിനീതമായ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. വിഭാഗീയതയോ കാര്യമായ സംഘടനാ പ്രശ്നങ്ങളോ പാർട്ടിയിലില്ലെന്ന് CPM അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലം സമ്മേളനത്തിന്റെ സമയക്രമത്തിലേറിയ പങ്കും വികസന ചർച്ചകൾക്കായി CPM മാറ്റിവെക്കാനാണ് സാധ്യത. ഭരണ തുടർച്ചയാണ് ലക്ഷ്യം. അതിനുള്ള മന്ത്രവും മുദ്രാവാക്യവുമായി CPM കാണുന്നത് വികസനമാണ്. സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ വിഷയങ്ങൾക്കൊപ്പമോ ഒരുപക്ഷെ അതിനു മുകളിലോ ചർച്ച ചെയ്യാൻ പോകുന്നതും എങ്ങനെ കേരള വികസനം എന്ന കാര്യമാകും. കൊല്ലത്ത് നിന്നും അരുൺ പാലൂരിനൊപ്പം VV അരുൺ, ന്യൂസ് 18. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. പല സംസ്ഥാനങ്ങളിലും BJPയെ അധികാരത്തിൽ എത്തിച്ചത് കോൺഗ്രസാണ്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച കോൺഗ്രസാണ് ഡൽഹിയിലെ BJP വിജയത്തിന് കാരണം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ എന്ന് മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ആലോചിക്കണമെന്നും CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി ചോദിക്കുന്നു. കുടിക്കുന്നവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കാമെന്നും എന്നാൽ പാർട്ടി മെമ്പർമാർ കുടിക്കരുതെന്നാണ് പറഞ്ഞതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മദ്യപിക്കുന്ന ആളുകളല്ല പാർട്ടി ആഗ്രഹിക്കുന്ന കേഡർമാർ. മദ്യപിക്കുന്നവരെ സംരക്ഷിക്കുന്നതും പാർട്ടി എതിർക്കുന്നതായും MV ഗോവിന്ദൻ പറഞ്ഞു. കുടിക്കാത്തവർക്ക് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അവർ നമ്മുടെ പാർട്ടി മെമ്പർമാരല്ലാതിരിക്കുമല്ലോ. അനുഭാവികൾ അതുപോലുള്ള ആളുകളായിട്ട് പാർട്ടി ബന്ധുക്കളായിട്ട് എല്ലാവർക്കും തുടരാം. അവരൊന്നും ഞങ്ങൾ മദ്യപന്മാര് പാർട്ടിയായിട്ട് ബന്ധമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പാർട്ടി സംഘടനാ രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരായ പാർട്ടി സഖാക്കൾ, പാർട്ടി മെമ്പർമാർ മദ്യപിക്കരുത് എന്നാണ് പാർട്ടി രാഷ്ട്രീയമായ നിലപാട്. അത് കൃത്യമായിട്ട് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഞങ്ങൾ തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൽക്കത്ത പ്ലീനം 2013 ഞങ്ങൾ കൽക്കത്ത പ്ലീനം നടത്തിയത്. പ്ലീനം നടന്നപ്പോൾ ആ പ്ലീനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇന്ത്യയിലെ പാർട്ടി മെമ്പർമാരെങ്ങനെയായിരിക്കണം, അതിന്റെ മൂല്യം എന്തൊക്കെയായിരിക്കണം എന്നെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് ഞങ്ങൾ പറഞ്ഞത് മദ്യപിക്കാൻ പാടില്ല, മദ്യപന്മാരായ ആളുകളല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ടി കേഡർമാർ. സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളുടെ നയരൂപീകരണ ചുമതല ശശി തരൂരിനെ കോൺഗ്രസ് ഏൽപ്പിച്ചു. നിയമസഭയിൽ സർക്കാരിനെതിരായ കടന്നാക്രമണത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് നേതൃത്വം നൽകും. കേരളത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള AICCയുടെ കർമ്മ പദ്ധതിയിലാണ് നിർണായക തീരുമാനം. ഇടത് സർക്കാരിന്റെ ഭരണപരാജയം തുറന്നുകാട്ടാൻ സഭയ്ക്കകത്തും പുറത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്താനാണ് KPCC നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.
ഇടത് സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തുറന്നു കാട്ടുന്നതിനും യുവാക്കൾ, കന്നി വോട്ടർമാർ, മത സാമൂഹിക സംഘടനകൾ തുടങ്ങിയവരുമായി ഇടപെടുന്നതിനും ബഹുമുഖ കർമ്മ പദ്ധതിയാകും AICC നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ KPCC നടപ്പിലാക്കുക. ഒരേ സമയം LDF സർക്കാരിന്റെ വ്യവസായ, തൊഴിൽ, സാമ്പത്തിക മേഖലകളിലെ നുണപ്രചരണങ്ങൾ തുറന്നുകാട്ടിയും കോൺഗ്രസിന്റെ നിക്ഷേപ, തൊഴിൽ അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടിയുമുള്ള പ്രചാരണത്തിന് ശശി തരൂർ MP നേതൃത്വം നൽകും. ഈ രംഗങ്ങളിലെ പാർട്ടിയുടെ നയരൂപീകരണത്തിലും തരൂർ സജീവമാകും. തരൂരിന്റെ നിലപാടുകൾ ഉയർത്തിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കാൻ ശ്രമിച്ച ഇടതു മുന്നണിക്കുള്ള മറുപടി കൂടിയാകും ശശി തരൂരിന്റെ പുതിയ ദൗത്യം. LDF സർക്കാരിന്റെ സാമ്പത്തിക ദുർവിനിയോഗം, ഭരണകൂട ധാർഷ്ട്യം, നയപരാജയങ്ങൾ എന്നിവ തുറന്നുകാട്ടിക്കൊണ്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ ഏകോപിത ആക്രമണത്തിന് നേതൃത്വം നൽകും. സുപ്രധാന വിഷയങ്ങളിൽ മറ്റ് മുതിർന്ന അംഗങ്ങളുടെ ഇടപെടലും ഉറപ്പുവരുത്തും. സഭയ്ക്കുള്ളിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ നേരിട്ടുന്നയിക്കാൻ നിയമനിർമ്മാണ അവസരങ്ങളും പരമാവധി ഉപയോഗിക്കും. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് KPCC പ്രസിഡന്റ് K സുധാകരൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുമായി വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തും. പ്രധാന തീരുമാനങ്ങളിലും അടിത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കുന്നതിനും മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ളവരുടെ നേതൃപരിചയം ഉപയോഗപ്പെടുത്തും. പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ബൂത്ത്, മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനവും ഊർജ്ജസ്വലമാക്കും. ഡിജിറ്റൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ട്രെൻഡ് സെറ്റിംഗ് എന്ന ആശയവും നടപ്പിലാക്കും. യുവാക്കളെയും നവ വോട്ടർമാരെയും ലക്ഷ്യമാക്കിയുള്ള സമൂഹ മാധ്യമ ക്യാമ്പയിനുകൾ സജീവമാക്കാനും യുവ നേതാക്കൾക്ക് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ആശാ വർക്കർമാർക്ക് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ മന്ത്രി വീണ ജോർജിന്റെ വാദം പൊളിഞ്ഞു. സിക്കിമിലെ ആശാ വർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപയാണ്. കേരളത്തിൽ കിട്ടുന്നത് 7,000 രൂപ മാത്രം. ഇതേക്കുറിച്ചുള്ള രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. സർ, ഓണറേറിയത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സർ ഇവിടെ ഓണറേറിയം സംസ്ഥാനം നൽകുന്നത് 7,000 രൂപയാണ്. ഡീൻ കുര്യാക്കോസ് MPക്ക് ലോക്സഭയിൽ ലഭിച്ച മറുപടി ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ മാക്കൂട്ടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ രംഗത്തെത്തിയത്. ആശമാരുടെ സിക്കിമിലെ ഓണറേറിയം 10,000 രൂപയാണ് എന്ന MLAയുടെ വാദം പക്ഷേ ആരോഗ്യമന്ത്രി അംഗീകരിച്ചില്ല. തന്റെ കയ്യിൽ സിക്കിം സർക്കാരിന്റെ ഉത്തരവുണ്ട്. അതിൽ ഓണറേറിയമായി കാണിച്ചിരിക്കുന്നത് 6,000 രൂപയാണ്. അത് വിശ്വസിക്കുക എന്നത് മാത്രമാണ് തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് എന്നും മന്ത്രി പറഞ്ഞു. 2022 ഒക്ടോബർ 1 മുതൽ സിക്കിമിലെ ആശാവർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കി ഉയർത്തിയ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. എന്നാൽ ഈ തുക കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപാണ് നൽകി തുടങ്ങിയത് എന്ന് ന്യൂസ് 18 സിക്കിം പ്രതിനിധി സൃഷ്ടി പ്രധാൻ റിപ്പോർട്ട് ചെയ്യുന്നു. 10,000 to the ASHA workers per month. This has been notified many years ago, but then since last year, 2024, the CM, Chief Minister Prem Singh Ramu, announced this last year, and then he's been paying it to the ASHA workers. ഇതോടൊപ്പം ആന്ധ്രാപ്രദേശ് 10,000 രൂപയാണ് ഓണറേറിയമായി കാണിച്ചിരിക്കുന്നത്. കർണാടകയും സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ കൂടുതൽ ആനുകൂല്യം നൽകുന്നതായും അവകാശവാദം ഉന്നയിക്കുന്നു. ആശമാരുടെ സമരം കൂടുതൽ ജനശ്രദ്ധയാകർഷിക്കുന്ന സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ തുക കേരളം നൽകുന്നു എന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആശമാർക്ക് കേന്ദ്രം നൽകേണ്ട വിഹിതം കൈമാറിയിട്ടുണ്ടെന്നും ഇതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കൃത്യമായി കേന്ദ്രം സഹായം അനുവദിക്കുന്നതിനാലാണ് കേന്ദ്ര സഹായം കിട്ടിയില്ലെന്ന് കേരളം പറയുന്നതെന്നും ജോർജ് കുര്യൻ വിമർശിച്ചു. സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 24ാം ദിവസത്തിലേക്ക് കടന്നു. സമരത്തിന് പിന്തുണയുമായി വിവിധ സംഘടനകൾ സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമരം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യം ഇടതു മുന്നണിയിലും ശക്തമാണ്. സർക്കാരിനെ മോശമാക്കാൻ LDF വിരുദ്ധർ ബോധപൂർവം നടത്തുന്ന സമരമാണെങ്കിലും ആശാപ്രവർത്തകരെ മാനിച്ച് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ധനമന്ത്രി KN ബാലഗോപാൽ. തെറ്റിദ്ധാരണ പരത്തുന്ന സുരേഷ് ഗോപി വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കരുതെന്ന് ബാലഗോപാൽ ആവശ്യപ്പെട്ടു. സഹായം കിട്ടാൻ കേരളം പിന്നോക്കമെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് ഒരു കേന്ദ്രമന്ത്രി നേരത്തെ പറഞ്ഞത്. അങ്ങനെ പിന്നോക്കമായിട്ട് കേരളത്തിന് ഔദാര്യം വേണ്ടെന്നും ബാലഗോപാൽ പറഞ്ഞു. അത് വലിയ അവകാശവാദമായിട്ടൊന്നും പറയുന്നതല്ല. കേരളത്തിലെ
ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന എലിവേറ്റഡ് ഹൈവേയുടെ ഗർഡറുകൾ തകർന്ന സംഭവം സംസ്ഥാന പൊതുമരാമത്ത് വിഭാഗം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിക്ക് കളക്ടറുടെ കത്ത്. PWD റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗം അന്വേഷിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദേശീയപാത വിഭാഗം നിശ്ചയിച്ച കോഴിക്കോട് NITയിലെ സംഘത്തിന്റെ പരിശോധനയ്ക്ക് പുറമെയാണിത്. പില്ലറുകൾക്ക് മീതെ ഗർഡറുകൾ സ്ഥാപിച്ചതിലുണ്ടായ പിഴവാകാം 4 ഗർഡറുകളും ഒരുപോലെ നിലംപതിക്കാൻ ഇടയാക്കിയതെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെയും നിർമ്മാണ കമ്പനിയുടെയും പ്രാഥമിക നിഗമനം. എന്നാൽ കോഴിക്കോട് NITയിലെയും NHAIയുടെയും സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെട്ട വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയാലേ സ്ഥിരീകരണമുണ്ടാകൂ. ഗർഡറുകൾ തകർന്നുടഞ്ഞ് കോൺക്രീറ്റ് കൂമ്പാരമായി മാറിയ സ്ഥലം പോലീസും നിർമ്മാണ കമ്പനിയും മറച്ചിരിക്കുകയാണ്. 2 ദിവസത്തിനകം ഇവിടെ വിദഗ്ധ സംഘം സന്ദർശനം നടത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ആലപ്പുഴ ബൈപ്പാസ് നിർമ്മാണത്തിൽ ഉപയോഗിച്ച അതേ നിർമ്മാണ മാതൃകയാണ് നിലവിലെ നിർമ്മാണത്തിലും ഉള്ളത്. ബൈപ്പാസ് നിർമ്മാണത്തിലുണ്ടായിരുന്ന PWD ഉദ്യോഗസ്ഥരെ കൂടി അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ജില്ലാ ഭരണകൂടം കത്ത് നൽകിയത്. കളക്ടറുടെ റിപ്പോർട്ടിന്മേൽ ഏത് നിലയിലുള്ള അന്വേഷണം വേണമെന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്വാളിറ്റി അപാകതം നോക്കാം, പരിശോധിക്കാം നമുക്ക് കേട്ടോ. നോക്കാം നമുക്കത് ഇതൊക്കെ ഒരു വലിയ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പറയുന്നത്. എഞ്ചിനീയർ ഒരു കോൺട്രാക്ടർ ഡിസൈൻ കൊടുക്കുന്നു, അത് കൺസൾട്ടൻസി വിങ് അത് എക്ട് ചെയ്യുന്നു, അത് ഇവര് NHA പറയുന്ന കൺസൾട്ടൻസി വിങ് ആ കൺസൾട്ടൻസി കൊടുത്ത് ഗവൺമെന്റ് എഫിക്കാണ് നാഷണൽ ഹൈവേയുടെ പാർട്ടിയാണ് അവർ വ്യക്തിയെ ഡിസൈൻ ഉപയോഗിക്കുന്നത്. 2 പില്ലറുകൾക്കിടയിലെ 4 ഗർഡറുകൾ നിലം പൊത്തിയതിനെ തുടർന്ന് 87 ലക്ഷം രൂപയുടെ നഷ്ടം നിർമ്മാണ കമ്പനിക്ക് ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. ന്യൂസ് 18 ആലപ്പുഴ. മലപ്പുറം കരുവാരക്കുണ്ടിൽ യുവാവ് കടുവയുടെ മുന്നിൽപ്പെട്ടു. ജീപ്പിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ വഴിയരികിൽ അനക്കം കേട്ട് വാഹനം നിർത്തി പുറത്തിറങ്ങിയ ആർത്തല സ്വദേശി ജെറിനാണ് കടുവയെ കണ്ടത്. കടുവ ആക്രമിക്കില്ലെന്ന് ഉറപ്പായതോടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ജെറിൻ ദൃശ്യങ്ങൾ പകർത്തി. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം കടുവ കാട് കയറി. 2ാം തവണയാണ് ഈ പ്രദേശത്ത് കടുവയെ കാണുന്നത്. 2 മാസം മുൻപ് ജെറിന്റെ വളർത്തുനായയെ പുലി ആക്രമിച്ചിരുന്നു. അതെ, ജനങ്ങൾ താമസിക്കുന്ന ഏരിയ തന്നെയാണ്. ഇതിനു മുമ്പും ഇവിടെ കടുവനെ കണ്ടിട്ടുണ്ട്. ആടിനെ ഒക്കെ പിടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ ഏരിയയിൽ തന്നെ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന സൈലന്റ് വാലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. വന്യമൃഗ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ കരുവാരക്കുണ്ട് എന്ന് പറയുന്നത്. ഇത് കണ്ടത് ഏറെക്കുറെ ഇതിന്റെ പരിസര ജനവാസ മേഖലന്റെ തൊട്ട് തന്നെയാണ് ഈ കണ്ടിട്ടുള്ളത് ഇയാൾ. കടുവയുടെ വ്യക്തമായ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനാൽ വനം വകുപ്പ് തുടർ നടപടികൾ ആരംഭിക്കുന്നുണ്ട്. കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വയ്ക്കും. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക RRT സംഘം സ്ഥലത്തെത്തും. ആനയെ ചികിത്സയ്ക്കായി വയനാട്ടിലേക്ക് കൊണ്ടുപോകും. രാവിലെ 6 മണിയോടെയാണ് ആന ഇറങ്ങിയത്. വെന്തച്ചാപ്പയിലെ ജോഷിയുടെ വീടിന് സമീപത്താണ് ആനയെ കണ്ടത്. സ്ഥലത്തെത്തിയ വനം വകുപ്പിന്റെ വാഹനം ആക്രമിക്കാനും ആന ശ്രമിച്ചു. അത് പഴയ വഴി തന്നെ വരും. ആ കുണ്ടിൽ വീണു. ഇങ്ങോട്ട് വന്നോളം പറ. എടാ അതിന്റെ ചൂണ് എന്തോ പറ്റിയടാ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ശ്വാസകോശത്തിലെ അണുബാധയ്ക്ക് നേരിയ കുറവ് വന്നിട്ടുണ്ട്. ഇന്നലെ ശ്വാസതടസ്സം ഉണ്ടായിട്ടില്ലെന്നും വത്തിക്കാൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. മാർപ്പാപ്പ ശാന്തനായി ഉറങ്ങിയതായാണ് ജമേലി ആശുപത്രി വ്യക്തമാക്കുന്നത്. മരുന്നുകളോടും ചികിത്സയോടും പ്രതികരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് വിരമിച്ചു. ചാമ്പ്യൻസ് ട്രോഫിയിലെ തോൽവിക്ക് പിന്നാലെയാണ് വിരമിക്കൽ പ്രഖ്യാപനം. 170 ഏകദിന മത്സരങ്ങളിൽ നിന്ന് 5800 റൺസ് നേടിയ സ്മിത്ത് 12 സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും നേടിയിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിന് തൊട്ടരികെ ടീം ഇന്ത്യ. ഇന്നലെ ദുബായിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. 84 റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് കളിയിലെ താരം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ 49.3 ഓവറിൽ 264 റൺസിന് പുറത്താവുകയായിരുന്നു. ഇന്ന് ലാഹോറിൽ നടക്കുന്ന ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക മത്സരത്തിലെ വിജയിയെ ഫൈനലിൽ ഇന്ത്യ നേരിടും. മാർച്ച് 9 ഞായറാഴ്ച ദുബായിലാണ് ഫൈനൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഹരികൃഷ്ണൻ ചേരും.